ഹായ് കൂട്ടുകാരേ, എല്ലാവരും എന്ത് പറയണു? എല്ലാവരും ഒന്നും ഇങ്ങോട്ട് വന്നേ. നമുക്ക് എളുപ്പത്തിൽ ഒരു തക്കാളി കറി വെച്ച് നോക്കാം. വായോ. അതിനായിട്ട് ഞാനേ ഇവിടെ ഒരു 2 കിലോ തക്കാളിന് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. കടയിലേക്ക് വെക്കുന്നതാണ് ഞാനേ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ആ തക്കാളി നല്ലോണം നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളടപ്പത്ത് വെച്ച് ഓയിലൊക്കെ ചൂടായി അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഉലുവ, പിന്നെ കുറച്ച് ഉഴുന്ന് ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ചുവന്നമുളകും വേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ സബോള, ഇഞ്ചി, വെളുത്തുള്ളിയും ചുവന്നുള്ളി ഒന്നും നുറുക്കൊന്നും വേണ്ട, മുഴുവനോടെ ഇടാം. അപ്പോൾ അതൊക്കെ ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ മുളക് പൊടി, ഇപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതും ഇട്ട് അതും മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ തക്കാളി അതിലേക്ക് തട്ടി കൊടുത്തു. അത് നല്ലോണം ഒന്ന് ഇളക്കി നമ്മൾ മൂടി വെച്ച്, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, മൂടി വെച്ച് വേവിക്കുന്നു. ഒരു പകുതി വേവാകുമ്പോൾ നമ്മളത് തുറന്ന് അതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ചു, കുറച്ച് ബെല്ലം, ഞാൻ ഒരു അച്ച് നല്ലോണം ഒരു 1.5 അച്ച് ബെല്ലം ഇട്ടിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് നല്ലോണം പാകാക്കിയതിന് ശേഷം പിന്നെയും അത് മൂടി വെച്ചിട്ട് വേവിക്കുന്നു. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണമെന്നില്ല. എനിക്ക് കടയിലേക്കാവുമ്പോൾ ഗ്രേവി വേണമല്ലോ ചോറിലേക്ക്. അത് കാരണം എനിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ ഗ്രേവിയാക്കി തിളപ്പിച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ വേറൊന്നും നമ്മൾ ചേർക്കണില്ല. എന്നാലും നമുക്ക് നല്ല രസമുള്ള ഒരു കറിയാണ്. നമുക്ക് സൈഡായിട്ടും അതുപോലെ ഒഴിച്ച് കറിക്കും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കൂട്ടുകാരെ.